പ്രിയമുള്ളവരെ, ഞാനിന്ന് പോകുന്നത് നമ്മുടെ കരുളായിക്കാർക്ക് ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ്. പക്ഷേ വീട് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇതാരെ വീടാണെന്ന്. വീട് ഞാൻ കാണിച്ചു തരാം. പറയുന്ന ആളുകൾക്ക് ഇത് 1000 രൂപ ഇപ്പം തരും. കരുളായിക്കാർക്ക് പ്രിയപ്പെട്ടൊരു വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം കരുളായി ഇല്ല. അതുകൊണ്ടാണ് സംഭവം. നോക്കാം, നമുക്ക് പോയി നോക്കാം. ഇതാ വീട് കണ്ട ആരാ പറയാ, പക്ഷെ വീട്ടുപേര് കണ്ടറിയാം. ആരുമില്ലേ ഇവിടെ? നമുക്ക് നോക്കാം. ഹായ്, എവിടെ നിങ്ങളെന്താ വളരെ അപ്രതീക്ഷിതമായിട്ടൊരു വരവ്? നിങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലേ അപ്രതീക്ഷിത വരണ്ടേ? അല്ല, ഒന്ന് പറയണ്ടേ, മുന്നറിയിപ്പ് വേണ്ടേ? മുന്നറിയിപ്പ് എന്നാ നിങ്ങൾ മിന്നി കളഞ്ഞാലോ? കരുവ ഏയ് രാജി ടീച്ചറെ, നമ്മളൊരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്. എന്താണ് നമ്മളെ കരുളായിക്കാരൊക്കെ ഓർമ്മ ഉണ്ടോ? മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ? പ്രിയമുള്ളവരെ, നമ്മളെ 24 മണിക്കൂറും കരുളായി എന്ന് ചിന്തിച്ച് നടക്കുന്നൊരു മനുഷ്യൻ ഇപ്പോൾ താമസിക്കുന്നത് കരിമണ്ണൂരാണ്. കരിമണ്ണൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ രാജി ടീച്ചറും ഉണ്ട്, മാഷും ഉണ്ട്. നമുക്ക് അവരുടെ ഇവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലാണ് കരിമണ്ണൂർ എന്ന സ്ഥലം. അപ്പം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഇവിടെ സുഖമായി ജീവിക്കുകയാണ്. മനസ്സിൽ നിറയെ നമ്മളെ കരുളായിയാണ്, കരുളായിക്കാരുമാണ്. ജീവിതം ഇവിടെയും അല്ലേ, ഉടലിങ്ങും മനസ്സങ്ങും എന്ന് പറഞ്ഞ പോലെയാണ്. ചെയ്യേണ്ട ഒരു കാര്യമാണ് കരുളായിക്ക് ഒരു ബസ് സ്റ്റാൻഡ് കൊടുത്തു എന്നുള്ള പ്രസ്താവന ശരിയല്ല. നമ്മുടെ കയ്യിലേക്ക് ആ പൈസ വന്ന അവിടെ ശരിയല്ലേ? മുപ്പത് വർഷത്തിലേറെ കാലമാണ് ഞാൻ കരുളായിൽ ജീവിച്ചത്. 93 മുതൽ അവിടെ അധ്യാപകനായി വരികയും അവിടെ ദീർഘകാലം കരുളായിയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ചെറിയ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തുകയും ചെയ്ത് അങ്ങനെ ഒരു സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 30 വർഷം. അതിനുശേഷം 2024 ഞാൻ കരുളായിൽ നിന്നും കരിമണ്ണൂർ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത കരിമണ്ണൂരിലേക്ക് വരുന്നത്. കരുളായിയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഇന്നും മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മകളാണ്. നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ കാരണം. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 വർഷക്കാലം കരുളായിയുടെ മണ്ണിലാണ് ഞാൻ ജീവിച്ചത്. അത് വെറും ജീവിക്കുക എന്നുള്ളതല്ല, കരുളായിക്കാരിൽ ഒരാളായി മാറിക്കൊണ്ട് കരുളായിയുടെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് അവരുടെ സ്നേഹം ധാരാളം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ നാട് വിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വിഷമമുണ്ട്. ഇപ്പോഴും അവിടുത്തെ ഒരു വായനശാലയുടെ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. 2 സ്കൂളുകളുടെ SMCയിൽ PTA കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കരുളായിയിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് 1-2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മൾ വെറും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കുള്ള ഒരു പ്രവർത്തനം അല്ല അവിടെ ചെയ്തിരുന്നത്. അതിലുപരിയായിട്ട് സമൂഹത്തിൻ്റെ ഇറങ്ങിച്ചെന്ന് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ അതിനുള്ള മണ്ണ് ഉണ്ട്. പക്ഷേ അതിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം എന്നുള്ള ഒരു ദൗത്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ മുൻകൈ എടുത്ത് ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം പരിമിതമാണ് ഇവിടെ. നിലമ്പൂരെ സംബന്ധിച്ചുള്ള, കരുളായെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ധാരാളമുള്ളതാണ്. ഉണ്ട്. ധാരാളം സംഗീത ഗ്രൂപ്പുകളുണ്ട്, ധാരാളം സന്നദ്ധ പ്രവർത്തകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, ജീവകാരുണ്യ പ്രവർത്തകരുണ്ട്, സംഘാടകരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകളുടെ എണ്ണം കുറവാണ്. ഉണ്ടെങ്കിൽ പോലും അത് എണ്ണം പരിമിതമാണ്. അപ്പോൾ ഇവിടെ ഒരു സംഗീത കൂട്ടായ്മ ഇല്ല എന്ന് മനസ്സിലാക്കുകയും ഞാൻ എൻ്റെ വീട്ടിൽ ഇതൊരു സംഗീത പരിപാടി സംഘടിപ്പിച്ച് അത് 10-30 പേരുടെ ഒരു ഗ്രൂപ്പ്, പാട്ട് പാടാനും പാട്ട് ആസ്വദിക്കാനും കഴിയുന്ന ഒരു 10-30 പേരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് പാരിജാതം എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് കഴിഞ്ഞ ഒക്ടോബർ 26 വയലാറിൻ്റെ അതെ ഉണ്ടുണ്ട്. അതിൻ്റെയും ഒരു തുടക്കകാലത്ത് അതിനോട് ചേർന്ന് നിൽക്കാനും അത് കൊണ്ട് നടക്കാനും ഒക്കെ മാഷു അതിൽ അംഗമാണല്ലോ. അപ്പോൾ അതിനെ ഒന്നുകൂടെ പുനരുദ്ധരിച്ച് അതിനൊരു പുതിയ റൂമൊക്കെ ഉണ്ടാക്കി കുറേ ആളുകളെ കൂട്ടിപ്പിടിച്ച് ഒന്ന് മെച്ചപ്പെടുത്തി ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ഷെഫീക്ക് അതിൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന രാജേന്ദ്രനൊക്കെ. അപ്പോൾ അങ്ങനെ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വീട്ടിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തൊരു ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പുറത്തേക്കും സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലയാണ്.
അപ്പോൾ ആ മേഖലയിൽ എന്തെങ്കിലും ഇടപെടാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ട് കരുളായിക്കാർ ഇവിടെയും ഞാൻ കരുളായിലും വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കരുളായിയുടെ ബന്ധം ഇപ്പോഴും സജീവമായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ തുടങ്ങാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അത് കുറച്ചൊക്കെ വിജയിച്ച് വരുന്നുമുണ്ട്. ഇപ്പോൾ കുറച്ചൊരു ബന്ധമൊക്കെ ആയി തുടങ്ങി. ഇവിടുത്തെ പെൻഷൻ സംഘടനകളിൽ, സാംസ്കാരിക സംഘടനകളിൽ, പരിഷത്ത് പോലുള്ള സംഘടനകളൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കരുളായിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കരുളായിത്തെ സാമൂഹ്യ മേഖലയാണ് ഒന്നുകൂടി കരിമണ്ണൂരിനേക്കാൾ മികച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓരോ നാടിനും ഓരോ സംസ്കാരമുണ്ട്. അപ്പോൾ മലബാറിൻ്റെ അല്ലെങ്കിൽ നിലമ്പൂരിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞാൽ അത് മാജിക്കിൻ്റെയും നാടകത്തിൻ്റെയും ഒക്കെ ഒരു ചരിത്രം കൂടിയുള്ള നാടാണ്. അപ്പോൾ അവിടെ സാംസ്കാരിക പ്രവർത്തകരും നാടക പ്രവർത്തകരൊക്കെ ധാരാളമുള്ള നാടാണ്. അതുകൂടാതെ സന്നദ്ധ പ്രവർത്തനത്തിന് ഏറെ പേര് കേട്ട ഒരു നാടാണ്. അതെ, അതുപോലെ പാലിയേറ്റീവ് പ്രസ്ഥാനം പോലെ ജീവകാരുണ്യ രംഗത്തും അതുപോലെ മനുഷ്യനെ ഒപ്പം നിർത്തുന്ന സംഘങ്ങളൊക്കെ ധാരാളമുള്ള, ഞാൻ പറഞ്ഞാൽ അതായത് സന്നദ്ധ പ്രവർത്തകരുടെ നല്ലൊരു കൂട്ടായ്മ ഉള്ള ഒരു നാടാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ ഇവിടെ കുറയുന്നതും പിന്നെ അവിടുത്തെ ഒരു സാംസ്കാരിക നിലവാരമല്ല ഇവിടെയുള്ളത്. അത് രണ്ട് നാട് എന്ന നിലയ്ക്ക് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഓരോ നാടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ആ രീതിയിലെ കണ്ടാൽ അത് നല്ലത് ഇത് മോശമെന്ന രീതിയിലല്ല. രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. പക്ഷേ സാംസ്കാരിക രംഗം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നൊരു ഗുണങ്ങളാണ് പറയുന്നതെങ്കിലും ഇനി എന്തെല്ലാം മേഖലയിലാണ് ഇപ്പൊ നമ്മൾ കരുളായിയുടെ പുറത്ത് നോക്കുകയാണല്ലോ, എന്തെല്ലാം മേഖലകളിലാണ് ഈ കരുളായി ഒന്നുകൂടി പുരോഗമിക്കേണ്ടതുണ്ടെന്ന് മാഷിന്റെ അഭിപ്രായം? അല്ല, കരുളായിയുടെ പുരോഗതി എന്ന് പറയുന്നത് പാതി വഴിയിലെത്തി നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം വികസന കാര്യങ്ങളിൽ കരുളായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ കരുളായിൽ നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇല്ല. കരുളായിൽ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കരുളായിക്ക് ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ധാരാളം ആളുകൾ വന്നു പോകുന്ന, കുട്ടികളടക്കം ധാരാളം ആളുകൾ വന്നു പോകുന്ന, അവരൊക്കെ ആ വെയിലത്ത് നിന്നിട്ടാണ് ബസ് കാത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി നല്ലൊരു ബസ് സ്റ്റാൻഡ്, എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയുള്ളൊരു ബസ് സ്റ്റാൻഡ് നിലവിൽ വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം കരുളായിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്ഥാപനങ്ങളൊക്കെ വരേണ്ടതുണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ വരേണ്ടതുണ്ട്, കോളേജുകൾ വരേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ കുറച്ചുകൂടെ വിദ്യാഭ്യാസപരമായും അതുപോലെ സാംസ്കാരിക നല്ല ഒരു ആശുപത്രിയുടെ ഒരു പ്രശ്നം കരുളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്, കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി വിപുലമായ സംവിധാനങ്ങളുള്ള ഒരു നല്ലൊരു ആശുപത്രി കരുളായിലുണ്ടാവണം. കരുളായിൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വികസന നേട്ടങ്ങൾ നമ്മൾ ധാരാളം പറഞ്ഞു. അപ്പോൾ റോഡുകൾ, ഇപ്പോൾ ഹൈവേ വന്നു, നമ്മുടെ നിലമ്പൂർ കരുളായി റോഡ് വന്നു, മറ്റേ മലയോര ഹൈവേ വന്നു. ഇതൊക്കെ വന്നെങ്കിൽ പോലും ഈ സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ കരുളായി വളരെ കുറവായിട്ട് എനിക്ക് തോന്നുകയാണ്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റ് സാംസ്കാരിക സംഘടനകളായൊക്കെ മുൻകൈയെടുത്ത് കരുളായിൽ ഇടയ്ക്കിടയ്ക്കുള്ള സാംസ്കാരിക പരിപാടികൾ നടത്തണം. അത് കരുളായി ഫെസ്റ്റൊക്കെ പണ്ട് നടത്തിയിരുന്നു. അപ്പോൾ അത്തരം കരുളായി ഫെസ്റ്റ് പോലെ നമ്മുടെ, കാരണം കല എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന, അവൻ്റെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കലാകാരൻ ആവുക എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമാണ്. കരുളായിൽ ധാരാളം കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അംഗീകരിക്കാനും അവരെയൊക്കെ ആദരിക്കാനും അവരെ ചേർത്ത് നിർത്താനും കഴിയുന്ന തരത്തിലുള്ള സാംസ്കാരികമായ ഇടപെടലും കൂടി കരുളായിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇനി വരാൻ പോകുന്ന ഭരണസമിതിയുടെ മുമ്പിലുള്ള ഞാൻ പറയുന്ന വികസനങ്ങളൊക്കെ, ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വികസനങ്ങളും അതുപോലെ മറ്റെല്ലാ സംവിധാനം ചെയ്തു കൊടുക്കുന്നതൊപ്പം തന്നെ ഈ രംഗത്തു കൂടി ഭരണസമിതി ശ്രദ്ധിക്കണം. വായനശാലകളുടെ ശാക്തീകരണം. അപ്പോൾ വായനശാലകളെ പ്രോത്സാഹിപ്പിക്കാനും സാംസ്കാരിക രംഗത്തെ ഇടപെടൽ നടത്താനും കഴിയുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകൾ പുതിയ ഭരണസമിതി വരുമ്പോൾ അവരുടെ മുമ്പിലേക്ക് വെക്കാൻ കഴിയണം. അപ്പോൾ കരുളായി നിങ്ങൾ വന്നു, ഇപ്പോൾ കരുളായിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വന്ന പോലെ വന്നിട്ടുണ്ടോ? മുമ്പ് ആരൊക്കെ ഇങ്ങോട്ട് വന്നത് കരുളായിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വന്ന്? അതായത് കരുളായിക്കാരുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനവിടെ നിന്ന് പോന്ന ശേഷം കരുളായിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബന്ധപ്പെട്ടിരുന്ന കുറേ ആളുകൾ എന്നെ കാണാൻ ഇവിടെ വീണ്ടും വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ രഘുമാഷ്. പിന്നെ മറ്റൊരാളാണ് നമ്മുടെ ചളിപ്പാടൻ ബാപ്പു. പിന്നെ സക്കീർ വരമ്പങ്കല്ലൻ. പിന്നെ നമ്മുടെ മനോജ്, CPയുടെ മനോജ് 2 തവണ മറ്റോ ഇവിടെ വന്നിട്ടുണ്ട്. രഘുമാഷും 2 തവണ വന്നിട്ടുണ്ട്. ബാപ്പു 2 തവണ വന്നിട്ടുണ്ട്.
ബാപ്പു അതിന് മുമ്പും വന്നിട്ടുണ്ട്. പിന്നെ ഫാസിൽ റഹ്മാൻ, പിന്നെ ഫൈസൽ ഉമർ നമ്മുടെ സിനിമാ സംവിധായകനൊക്കെ ആയിട്ടുള്ള ഫൈസൽ ഉമർ ഇവിടെ പാട്ട് പരിപാടി നടന്നപ്പോൾ ഇവിടെ വന്നിരുന്നു. പിന്നെ ഷെറീഫ് തെക്കുംപുറത്ത് ഇവിടെ വന്നിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ സക്കീർ വരമംഗലം. ഇങ്ങനെ നമ്മുടെ അവിടുത്തെ പ്രധാനപ്പെട്ട സൗഹൃദത്തിൽപ്പെട്ട ആളുകൾ കുറച്ച് പേരൊക്കെ ഇവിടെ പലതവണയായിട്ട് വന്ന് ഇവിടെ താമസിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആത്മബന്ധം ഇപ്പോഴും നമ്മൾ നിലനിർത്തി പോരുന്നുണ്ട്. അവരുമായിട്ടൊക്കെ നിരന്തരം ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ആ സൗഹൃദ ബന്ധം നിലനിർത്തി പോരുക, ആ നാടുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം കരുളായി മറന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ കരുളായിക്കാരെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളെ സംബന്ധിച്ച് സാധിക്കില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും നമ്മൾ അവിടത്തെ ഓർമ്മകളാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഊർജ്ജം തന്നിരുന്നത് കരുളായിയുടെ ഒരു സാംസ്കാരിക മണ്ഡലം, വിദ്യാഭ്യാസ മണ്ഡലമൊക്കെയാണ്. അപ്പോൾ ആ ഊർജ്ജത്തിലാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇടപെടൽ നടത്തുന്നതോടൊപ്പം തന്നെ അവിടുത്തെ ആളുകളുടെ ഒരു മാനസികമായ ഒരു സപ്പോർട്ടും കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവർ വിളിക്കും, ഇവിടെ വരും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സജീവമായി തന്നെ മുന്നോട്ട് പോകണം. ഒരു നിഷ്ക്രിയമായ ഒരു ജീവിതം നമുക്കൊരിക്കലും സാധിക്കില്ല. വീട്ടിലിരുന്നു കൊണ്ടുള്ള ജീവിതം, അത് ആണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ആരോഗ്യമുള്ള കാലത്തോളം നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, സാംസ്കാരിക മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ പക്ഷേ നമ്മളെ പിന്നെ പ്രേക്ഷകർക്ക് ഒരു സമയ ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം അവർ കാണൂല. അതെ. കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. കാരണം 33 വർഷത്തെ ജീവിതം ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും എത്തിയിട്ടില്ല എന്നറിയാം. പക്ഷെ എന്നാലും പക്ഷെ അതിൽ വിട്ടുപോയൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വിട്ടുപോയൊരു അതായത് എൻ്റെ സ്കൂളിൻ്റെ കാര്യമാണ്. അത് ഞാൻ പറയാൻ കാരണം നമ്മൾ സാംസ്കാരിക മണ്ഡലം പറഞ്ഞെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് കരുളായിൽ 2 സ്ഥാപനങ്ങളിലാണ് ഞാൻ ജോലി ചെയ്തത്. ഒന്ന് വാരിക്കൽ GLP സ്കൂള്, അതുപോലെ പുള്ളിയിൽ GUP സ്കൂള്. അതിൽ വാരിക്കൽ സ്കൂളുമായിട്ട് ഈ 2 സ്കൂളുമായിട്ടും വളരെ ആത്മബന്ധമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാരിക്കൽ സ്കൂൾ തന്നെ. ആ സ്കൂളിൻ്റെ തുടക്കകാലത്തും തന്നെ അതിൻ്റെ ഒരു ഭാഗമാവാനും ആ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ആ ആരംഭ കാലഘട്ടത്തിൽ അതിനെ ഉയർത്തിക്കൊണ്ട് വരുന്നതിലൊക്കെ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാരിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു വിദ്യാലയം കൂടി ആയിട്ട് സ്വയം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോഴും ഞാൻ ആ സ്കൂളിൻ്റെ PTA കമ്മിറ്റിയിലുണ്ട്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെന്നെ വിളിക്കും, ഞാൻ പോകും. അതുപോലെ പുള്ളി UP സ്കൂളിൽ ഞാൻ 11 കൊല്ലം ജോലി ചെയ്തൊരു വിദ്യാലയമാണ്. ഞാൻ അവിടെ നിന്നാണ് റിട്ടയർ ചെയ്തതും. അപ്പോൾ ആ സ്കൂളിലെ അധ്യാപകരുമായിട്ടും അവിടുത്തെ SMC അംഗങ്ങളുമായിട്ടും ആ സ്കൂളിൽ ഞാൻ SMCയിലുണ്ട്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാനും അത് നിലനിർത്താനും അത് തുടർന്ന് കൊണ്ടുപോകാനും നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്ത 2 സ്ഥാപനങ്ങളാണ് കരുളായിലെ ഈ GUP സ്കൂൾ പുള്ളിയിലും GLPS വാരിക്കലും. അപ്പോൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ഹൗസ് ഉണ്ട്, അതിൻ്റെ പടം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ വന്ന് അവിടെയാണ് താമസിച്ചത് ഒരു ദിവസം. നമ്മളെ മുമ്പ് ബാപ്പു, മറ്റേ സക്കീർ, ടീംസൊക്കെ വന്ന് ഇവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ കരുളായിട്ട ആളുകൾക്ക് എപ്പോഴും വരാം. അതിനാണ് മാഷ് 2 റൂമുകൾ അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുള്ളത്. മാഷ് സന്തോഷമുള്ള കാര്യമാണ്. മാഷ് ഇപ്പം ഇനിയൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ നിവൃത്തിയില്ലാത്തത് പോരാൻ നിവൃത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള ആളുകൾക്ക് വരാവുന്നതാണ്, ഈ നാട് പരിചയപ്പെടാവുന്നതാണ്. അങ്ങനെയുള്ള അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവരെ തേടി വന്നു. അവരെന്നെ വളരെ നല്ല രൂപത്തിൽ ആദ്യത്തെ ടീച്ചർ രാവിലെ നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു, രാത്രി ഉണ്ടാക്കി തന്നു. അപ്പോൾ അതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനിയും ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടി ദീർഘകാലം ജീവിക്കാനും നമ്മളെ കരുളായിൽ വരാനും തിരിച്ചിങ്ങോട്ട് വരാനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു ഇൻ്റർവ്യൂ വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു. നിലമ്പൂരിൽ നമ്മളെ കാണാമെന്നാണ്. കരിമണ്ണൂരെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഹോട്ടൽ ദേവാസ്. കരിമണ്ണൂരെ വളരെ പുരാതനമായ 10-35 കൊല്ലം പഴക്കമുള്ള ഒരു പ്രസ്സാണ് വിക്ടറി പ്രസ്. ഇവിടുത്തെ ശശിയേട്ടൻ്റെ കടയാണിത്. ഇതാണ് കരിമണ്ണൂരെ സാംസ്കാരിക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന കൈരളി സാംസ്കാരിക വേദി. ധാരാളം നാടകങ്ങളും അതുപോലെ കലാസാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കരിമണ്ണൂരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയാണ് കൈരളി സാംസ്കാരിക വേദി. പിന്നെ തൊടുക എന്ന് പറയുന്നത് സിനിമാക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ്. ജഗദീഷ് ജോഷി അല്ലേ? അതായത് നമ്മുടെ ദൃശ്യം സിനിമയുടെ 3 വേർഷനും ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3.
ഇവിടെ വഴിത്തല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വഴിത്തല തൊടുപുഴ. അവിടെയാണ് ദൃശ്യത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. അതുകൂടാതെ തൊടുപുഴയിലെ പല പ്രദേശങ്ങളിലും ദൃശ്യത്തിൻ്റെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കരിമണ്ണൂർ ധാരാളം സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. വെറുതെ ഒരു ഭാര്യ അക്കു അക്ബർ സംവിധാനം ചെയ്ത അതിൻ്റെ ഷൂട്ടിംഗ് ഇവിടെയായിരുന്നു. സ്വപ്നം കൊണ്ട് തുലാഭാരം രാജസേനൻ്റെ ഇവിടെയായിരുന്നു. അതുപോലെ പിന്നെ വെള്ളിമൂങ്ങ ഷൂട്ട് ചെയ്തത് ഇവിടെ ഉടുമ്പന്നൂരടുത്താണ്. ഇവിടെ CPI-ൻ്റെ ഓഫീസില്ലേ? CPI-യുടെയോ? CPI-യുടെ ഓഫീസ് കരിമണ്ണൂരില്ല, ഉടുമ്പന്നൂരുണ്ട്. CPM-ൻ്റെ ഓഫീസുണ്ട്. ഞാൻ കണ്ടു. പിന്നെ വേറെ പാർട്ടികളിലൂടെ പിന്നെ വേറെ ഇപ്പോൾ കോൺഗ്രസും പിന്നെ BJP ലീഗും ഒക്കെയാണ്. ലീഗൊക്കെ ഉണ്ടോ? ലീഗുണ്ട്. പിന്നെ ലീഗുണ്ട്, BJP, CPM ഒക്കെ കോൺഗ്രസ്. കേരള കോൺഗ്രസുകളുടെ ഒരു കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫും മാണിയും വളരെ പ്രബലമാണ്. പൊതുവെ ഒരു UDF മുന്നോക്കമുള്ള ഒരു പഞ്ചായത്താണ്. UDF ആണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ കരിമണ്ണൂരെ പെൻഷൻ സംഘടനയുടെ ഓഫീസാണ് ഈ കാണുന്ന. ഇത് ലയൺസ് ക്ലബ് ഓഫീസാണ്. ഇത് പോസ്റ്റ് ഓഫീസാണ്. സതീശൻ നമ്മുടെ പെൻഷൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു. ചേർത്തലക്കാരനാണ്, നിലവിലും അതിൻ്റെ പ്രവർത്തകനാണ്. ഈ യൂണിറ്റ് കൊണ്ടുവരുന്ന ആളാണ് 2 വർഷം. ചേർത്തല സ്വദേശിയാണ്. എൻ്റെ ബ്രദറാണ് അദ്ദേഹം. ഒരു നല്ലൊരു കൃഷിക്കാരനാണ്, പശു വളർത്തലുണ്ട്, പിന്നെ അമ്പലത്തിലെ പൂജ കഴിക്കുന്ന ആളാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. തട്ടക്കുഴ സ്വദേശിയാണ്. നവാസ് നിലമ്പൂരിൽ നിന്ന് വന്നാണ്. ഒരു വ്ളോഗറും കൂടിയാണ്, അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇത് സജീവൻ നമ്മുടെ അമൃത ടെക്സ്റ്റൈൽസിൻ്റെ ഉടമസ്ഥനാണ്. പിന്നെ ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ്. പെൻഷൻ സംഘടനയുടെ ഒരു നേതാവാണ്. നമ്മുടെ സുഹൃത്താണ് ഷാനവാസ് ഫ്രം നിലമ്പൂർ. ഞാനവിടെ ആയിരുന്നല്ലോ. ഇത് ജോൺസൺ റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു. കരിമണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കടയാണിത്. കരിമണ്ണൂരിലെ പുതുക്കി പണിത കപ്പേളയാണ്. ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കപ്പേളയാണ്. ഇവിടുത്തെ പഴയ പാർട്ടിയുടെ CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. ഇപ്പോൾ കൈരളി എന്ന് പറയുന്നത് നേരത്തെ കണ്ടില്ലേ, എൻ്റെ സെക്രട്ടറിയാണ്. പറഞ്ഞില്ലേ, നമ്മുടെ കരിമണ്ണൂരെ പ്രസിദ്ധമായ ദേവാസ് ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ് വിജയകുമാർ. കലാ കായിക മേഖലകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്കി ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ്. ഭാര്യാപിതാവ് വർഷങ്ങളോളം പഠിപ്പിച്ച ഒരു വിദ്യാലയം കൂടിയാണ്. ചേട്ടനാണ് കേട്ടോ, നമ്മുടെ സുഹൃത്താണ് കരിമണ്ണൂർ.